ഹലോ മക്കളെ, +1 വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ അതിഗംഭീരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത് ഈ പറയുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ മോഡൽ എക്സാം എന്ന് പറയുന്നത് ഫെബ്രുവരി 15 ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. അതിനുശേഷം മാർച്ച് 1 നിങ്ങളുടെ മെയിൻ എക്സാമും ആരംഭിക്കും. വളരെ ചുരുങ്ങിയ ദിവസം മാത്രമാണ് നമുക്കിനി മോഡൽ എക്സാമിനും മെയിൻ എക്സാമിനും എല്ലാം തന്നെ ബാക്കിയുള്ളൂ. ഈ കാണുന്ന വീഡിയോ ചെയ്യുന്ന മറ്റൊന്നുമല്ല, ഏതൊരു +1 വിദ്യാർത്ഥിയും എക്സാമിനേഷൻ പാറ്റേൺ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി എക്സാം നടക്കുന്നത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഈ കാണുന്ന വീഡിയോ ചെയ്യുന്നത്. +1 വിദ്യാർത്ഥിയാണോ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ മൊത്തമായിട്ടും നിർബന്ധമായിട്ടും കാണണം. മക്കളെ, ഇനി +1 ഇംപ്രൂവ്മെന്റ് എക്സാം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഏകദേശം മാർച്ച് മാസമാണ് നിങ്ങളുടെ +1 എക്സാമിനേഷൻ വരാറ്. ഇതിനുശേഷം ജൂൺ ജൂലൈ മാസത്തിലാണ് ഇതിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കുകയും ഇതിനുശേഷമാണ് നമുക്ക് അവസാനമായിട്ട് സെപ്റ്റംബർ മാസം ഇംപ്രൂവ്മെന്റ് എക്സാം ഉണ്ടാവുകയും ചെയ്യാറ്. ഇപ്പോൾ തന്നെ കണ്ട വീട്ടിൽ കൃത്യമായിട്ട് പറയുന്നു ഇംപ്രൂവ്മെന്റ് എക്സാം ഇല്ല എന്ന്. ആദ്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കണം എന്താണ് ഇംപ്രൂവ്മെന്റ് എക്സാം, എങ്ങനെയായിരുന്നു ഹയർ സെക്കൻഡറി എക്സാം നടന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കണം. 2023 +1 എക്സാമിനേഷൻ കാലഘട്ടം, നിങ്ങളുടെ തൊട്ട് സീനിയേഴ്സ് എഴുതുന്ന പരീക്ഷ. 2023 മാർച്ച് മാസത്തിൽ നിങ്ങളുടെ സീനിയേഴ്സ് അതിഗംഭീരമായിട്ട് +1 എക്സാം എഴുതി കഴിഞ്ഞു. അതിനുശേഷം മാർക്ക് കുറവുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും സെപ്റ്റംബർ മാസത്തിൽ വീണ്ടും ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ ഒരു അവസരം ഉണ്ടായിരുന്നു. ആ കാണുന്ന അവസരം ഒഴിവാക്കിക്കൊണ്ട് ഗവൺമെന്റ് വിദ്യാഭ്യാസ വകുപ്പ് ഒരു നോട്ടീസ് ഇറക്കിയിരുന്നു. ആ പറയുന്ന നോട്ടിഫിക്കേഷനാണ് നിങ്ങൾ ഇപ്പോൾ തന്നെ കണ്ടത്. അതായത് മെയിൻ എക്സാം കഴിഞ്ഞാൽ ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ ഒരു അവസരം +1 വിദ്യാർത്ഥിക്കില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടൊരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു ആ പറയുന്നത്. പക്ഷേ ഈ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയ സമയം എന്ന് പറയുന്നത് അവരുടെ എക്സാമിനേഷൻ കാലഘട്ടത്തിന് ശേഷമാണ്, അതായത് ജൂൺ മാസത്തിൽ. തുടർന്ന് എല്ലാ വിദ്യാർത്ഥികളുടെയും സമ്മർദ്ദം കാരണം ആ കാണുന്ന നോട്ടിഫിക്കേഷൻ പിൻവലിക്കുകയുണ്ടായി. നിങ്ങളുടെ സീനിയേഴ്സിന് ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതാൻ സാധിച്ചു 2023 സെപ്റ്റംബർ മാസത്തിൽ. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, നിങ്ങൾക്കും ആ ഒരു അവസരം ഉണ്ടാകും. ഇല്ല എന്നാണ് പറയാനുള്ളത്. 2024 +1 വിദ്യാർത്ഥികൾക്ക് ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടി യാതൊരു സാധ്യതയുമില്ല, യാതൊരു അവസരവുമില്ല. നിങ്ങളുടെ 2024 മാർച്ച് മാസത്തിൽ എഴുതുന്ന പരീക്ഷയുടെ മാർക്ക് എന്താണോ അതായിരിക്കും നിങ്ങളുടെ +1 മാർക്ക് എന്ന് പറയുന്നത്. സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് ഇനി ഇംപ്രൂവ്മെന്റ് എക്സാം ഉണ്ടാവുകയില്ല. സെപ്റ്റംബർ മാസം ഇംപ്രൂവ്മെന്റ് ഇല്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇംപ്രൂവ്മെന്റേ ഇല്ല എന്നല്ല, നിങ്ങൾക്കും ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ഇപ്പോൾ ചോദ്യമുണ്ട്, എപ്പോഴാണ് നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ്? മക്കളെ, അത് മാർച്ച് മാസത്തിൽ. ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും കിളി പോയിട്ടുണ്ടാവും. കാരണം എങ്ങനെ മാർച്ച് മാസത്തിൽ വീണ്ടും ഇംപ്രൂവ്മെന്റ്? ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ 2025 +2 എത്തുന്നു. +2 മെയിൻ എക്സാം, ബോർഡ് എക്സാം. ആ പറയുന്ന ബോർഡ് എക്സാം ഇന്ന് ഫിസിക്സ് ആണെങ്കിൽ നാളെ നിങ്ങൾക്ക് ഫിസിക്സിന്റെ ഇംപ്രൂവ്മെന്റ്. ആലോചിച്ച് നോക്കൂ. ഒരിക്കലും ഒരു കാരണവശാലും പഠിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടാവുകയില്ല. കാരണം +2ന്റെ പരീക്ഷ ഒന്നിന് പിറകെ ഒന്ന് വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഒരിക്കലും +1 പഠിക്കാൻ വേണ്ടി സാധിക്കില്ല. ഒരാൾ പോലും പഠിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കാണുന്ന വീഡിയോന്റെ ആദ്യം തന്നെ പറഞ്ഞത് 2024 ഹയർ സെക്കൻഡറി +1 വിദ്യാർത്ഥികൾക്ക് ഇനി ഇംപ്രൂവ്മെന്റ് എക്സാം ഇല്ല എന്ന് തന്നെ. മക്കളെ, ഇന്നുള്ള അവസാന അവസരമാണ്. ഒരു സെക്കൻഡ് ചാൻസ് ഇല്ല നമുക്കിനി. ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായി പഠിക്കുകയാണെങ്കിൽ വളരെ സുഖമായിട്ട് +1 ക്ലാസ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കും. അറിയാം, ഇപ്പോഴും പഠിച്ചുറങ്ങാത്ത ഒരുപാട് പേരുണ്ട്. എങ്ങനെ പഠിക്കണം എന്നറിയാത്ത ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് വേണ്ടി എക്കാലവും ഞങ്ങളുണ്ടാകും. നിങ്ങൾ ആവശ്യപ്പെടാണ് ഇന്ന പാഠം ആവശ്യമുണ്ട്, ഇന്ന പാഠം ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ഇന്ന പാഠം ഞങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം പറയുകയാണെങ്കിൽ ആ കാണുന്ന ആഗ്രഹത്തിനോടൊപ്പം എക്കാലവും സൈലം നിന്നിട്ടുണ്ട്, നിൽക്കുകയും ചെയ്യും. നിങ്ങൾ ചരിത്ര മാത്രമാണ്. സൈലത്തിന്റെ എല്ലാ ക്ലാസ്സുകൾ അതേപടി ഫോളോ ചെയ്യുക. എന്താണോ സൈലത്തിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ആ കാണുന്ന ചോദ്യങ്ങൾ അതേപടി പഠിക്കുക. കാരണം വേറൊന്നുമല്ല, ഈ കാണുന്ന ചോദ്യങ്ങളാണ് നിങ്ങളുടെ എക്സാമിന് ചോദിക്കുക. വളരെ സുഖമായിട്ട് നമുക്ക് ഫുൾ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കും നിങ്ങൾ സൈലത്തിനകത്തുള്ള ഓരോ ക്ലാസ്സും ഫോളോ ചെയ്യുകയാണെങ്കിൽ. സൈനിങ് ഓഫ് അഫ്നാസ് AK ഫ്രം സൈലന്റ് ലേണിംഗ്. ഒന്ന് ഉറപ്പിക്കുന്നു, നമുക്കിനി ഇംപ്രൂവ്മെന്റ് എക്സാം ഇല്ല. ഒട്ടും സമയമില്ല, ചുരുങ്ങിയ ദിവസം മാത്രമേ ഉള്ളൂ. എല്ലാ ദിവസവും അതിഗംഭീരമായിട്ട് പഠിക്കൂ. ഫുൾ മാർക്ക് സ്വപ്നത്തിലേക്ക് നമുക്ക് ഒന്ന് ചേർന്ന് നീങ്ങാം. See you all. Bye.